ഇന്ന് നമ്മൾ ഫസ്റ്റ് എയ്ഡിൽ മനസ്സിലാക്കാൻ പോകുന്നത് മുട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവ് പറ്റിയാൽ അവിടെ കെട്ടേണ്ട ബാൻഡേജ്. ഇതിൻ്റെ പേര് നീ ബാൻഡേജ് എന്നാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യം ട്രയാങ്കുലർ ബാൻഡേജാണ്. ഈ വലുപ്പത്തിലുള്ള ട്രയാങ്കുലർ ബാൻഡേജ്, അതുപോലെ തന്നെ ഈ നെറ്റ് കൊണ്ടുള്ള തുണി വെച്ചുണ്ടാക്കിയ ഒരു പാഡ് അത് നമ്മൾ ഉണ്ടാക്കി വെക്കണം. അതിനുശേഷം ഏറ്റവും അവസാനമായി കെട്ടിന് ഉറപ്പിക്കുവാൻ വേണ്ടി സേഫ്റ്റി പിന്നും എടുക്കുക. ഇനി ഏത് ആൾക്കാണോ മുറിവ് പറ്റിയത് അയാളെ സ്വസ്ഥമായ ഒരന്തരീക്ഷത്തിൽ ഇരുത്തുക. അതിനുശേഷം കാല്, മുട്ടിന് പരിക്ക് പറ്റിയ ആ കാല് 90 ഡിഗ്രി ആംഗിളിൽ ഇരിക്കുന്ന വിധം കുത്തിവെക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം ഏതോ ഭാഗത്താണോ മുറിവ് പറ്റിയത് ആ ഭാഗത്ത് ഈ തുണി കൊണ്ടുണ്ടാക്കിയ പാഡ് വെക്കുക. എവിടെയാണോ പറ്റിയത്, ഇവിടെയാണെങ്കിൽ ഇവിടെ, ഇവിടെയാണെങ്കിൽ ഇവിടെ, എവിടെയാണോ പറ്റിയത് അവിടെ ഈ പാഡ് വെക്കുക. അവിടെ വെച്ചതിന് ശേഷം ട്രയാങ്കുലർ ബാൻഡേജ് എടുത്ത് ഇതിൻ്റെ ബേസ്, അതായത് ഈ ഭാഗം, ഈ ഒരു കോണ് പോലെ ഇരിക്കുന്ന പോയിന്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കുക. ഹെമ്മിങ് എന്ന ഇതിൻ്റെ പേര്. ഇത് മടക്കിയതിന് ശേഷം ഇത് നേരെ തിരിച്ച്, ഈ മടക്കിയ ഭാഗം നേരെ തിരിച്ച് വെച്ചതിന് ശേഷം മുട്ടിൻ്റെ താഴെ വരും വിധം വെക്കുക. ആദ്യം നമ്മൾ പാഡ് വെച്ചു. അതിൻ്റെ മുകളിൽ ഈ ട്രയാങ്കുലർ ബാൻഡേജ് വെച്ചിട്ട് 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഇവിടെ നിന്ന് ടൈറ്റ് ചെയ്ത് 2 അറ്റവും ക്രോസ് ചെയ്തെടുക്കുക. ക്രോസ് ചെയ്തെടുത്തതിന് ശേഷം മുട്ടിൻ്റെ മുകളിലായി റീഫ് നോട്ട് കെട്ടുക. ഈ ബാക്കി വരുന്ന എക്സസ് തുണി നമ്മളിവിടെ പതിയെ ചുറ്റി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പോയിന്റ് നേരെ കെട്ടിൻ്റെ മുകളിൽ കൂടി എടുത്ത് നല്ല വൃത്തിയിൽ ഇവിടെ ക്രമീകരിച്ച് വെക്കുക. അപ്പോൾ ആ പാഡ് കവറായി, ആ കെട്ട് കവറായി, നമ്മുടെ മുട്ടുഭാഗം നല്ലപോലെ കവറാകുന്ന വിധം വെക്കുക. അതിന്